നിങ്ങൾക്ക് വഞ്ചിയൂരിൽ CPM-ന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേജ് കെട്ടിയ സംഭവം ഓർമ്മയുണ്ടോ? അതായത് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി ഒരു സ്റ്റേജ് കെട്ടിയതിന്റെ പേരിലുണ്ടായ കോലാഹലങ്ങൾ ഒന്ന് ഓർത്തേ. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം സ്തംഭിപ്പിച്ച് CPM ഏരിയ സമ്മേളനം. പാളയം ഏരിയ സമ്മേളനത്തിന് സ്റ്റേജ് കെട്ടിയത് റോഡിന്റെ ഒരു വശം പൂർണ്ണമായും തടഞ്ഞുകൊണ്ടാണ്. ജിബിൻ JB വിവരങ്ങൾ നൽകും. അതിനു മുൻപ് നമുക്കൊരു പ്രതികരണം കേൾക്കാം. ഇത് വളരെ കൃത്യമായ മനുഷ്യാവകാശ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും പല വിധികളും നമുക്ക് അറിയാം. റോഡിലെ പാതയോരങ്ങളിൽ പോലും ഇതുപോലെയുള്ള പൊതുസമ്മേളനങ്ങളോ പരിപാടികളോ കമ്മിറ്റികളോ ഒന്നും നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നിലനിൽക്കെ അതിന്റെ നഗ്നമായ ലംഘനമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി CPM ഏരിയ സമ്മേളനം നടത്തിയതിൽ ഏരിയ സെക്രട്ടറിയെ ഒന്നാം പ്രതിയാക്കി കേസ്. പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു അടക്കം 31 പേരെയാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. നേരത്തെ കണ്ടാൽ അറിയാവുന്ന 500ഓളം പേരെയായിരുന്നു പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് CPM-കാരെ പ്രതിയേർത്തത്. കേട്ടല്ലോ, 31 പേർക്കെതിരെ കേസെടുത്തു. കാര്യം എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി CPM ഒരു വേദി കെട്ടി പരിപാടി നടത്താൻ ശ്രമിച്ചതാണ് കാര്യം. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ പാടില്ല, നിയമവിരുദ്ധ പ്രവർത്തനമാണ്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് വന്നപ്പോൾ റോഡ് ഷോ, എല്ലാ റോഡുകളും തുറന്നു വിട്ടുകൊണ്ടാണോ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടത്തിയത്? സകലമാന റോഡുകളും അടച്ചു വെച്ച് ജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് ഷോ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ ജനങ്ങൾ ബുദ്ധിമുട്ടി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ അതിന്റെ പേരിൽ വലിയ വികാരമുണർന്നവർ എന്തേ ഈ കാഴ്ച കണ്ടിട്ട് ആ വികാരം ഉണരുന്നില്ല? 2 തരം വികാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ? അതായത് സംഘപരിവാരോ ഉന്നത കുലജാതന്മാരോ എന്ത് ചെയ്താലും ഈ നാട്ടിൽ വികാരം ഉണരത്തില്ല. തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ചെയ്താൽ മാത്രം വികാരം പൊട്ടിമുളയ്ക്കുകയും അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത് തരം ജനാധിപത്യ ബോധമാണ്? എന്തായാലും ഇന്നത്തെ ആ റോഡ് ഷോയുടെ കാഴ്ച കണ്ടേ. 2 നിയമലംഘനമുണ്ട്. ഒന്ന്, ഗതാഗതം പരിപൂർണമായി തടസ്സപ്പെടുത്തി, അതും പെട്ടെന്ന് ഒരു വഴി പോകാൻ വേണ്ടിയല്ല, മണിക്കൂറുകളോളം ഈ പുഷ്പവൃഷ്ടിയൊക്കെ ഏറ്റുവാങ്ങാൻ വേണ്ടി ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിലുള്ള റോഡ് ഷോ നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ നാടിന്റെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം, പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട പാതകൾ, തിരുവനന്തപുരം നഗരവീഥിയെ ഒന്നടങ്കം സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഈ ഷോ അരങ്ങേറിയത്. ആ ഷോ അരങ്ങേറുമ്പോൾ ഇന്നലകളിൽ ഒരു സ്റ്റേജ് കെട്ടിയതിന് 32 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് എത്ര പേർക്കെതിരെ കേസെടുക്കേണ്ടതുണ്ട്? തലസ്ഥാനത്തെ BJP നേതാക്കന്മാർക്കെതിരെ ഇങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ കേസെടുക്കണ്ടേ?